ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ് കൊണ്ട് എന്ത് വിഭവം തയ്യാറാക്കിയാലും എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. പിന്നെ ചോക്ലേറ്റ് ആരോഗ്യത്തിന് വളരെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ട് ഇപ്പോൾ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ പേസ്ട്രീസ് ഉണ്ടാക്കാം, സാധാരണ ചോക്ലേറ്റ്സ് തന്നെ വ്യത്യസ്തമായ ഫില്ലിങ്ങോടുകൂടി തയ്യാറാക്കാം. അപ്പോൾ ചോക്ലേറ്റോ കൊക്കോ പൗഡറോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ചോക്ലേറ്റ് കേക്ക്സ് ഇത് എല്ലാവരുടെയും ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഓടും. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നമ്മൾ മാജിക് അവനിലൂടെ മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ എന്ത് ചോക്ലേറ്റ് കേക്കാണ് ചേർക്കുന്നത് അല്ലേ? ഇതൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. എഗ്ലെസ് എന്ന് പറയുമ്പോൾ മുട്ട ചേർക്കാത്ത ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ മുട്ട ചേർത്തിട്ടാണ് മിക്കവാറും പലതരം കേക്ക്സ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മുട്ട ഇല്ലാണ്ട് നമുക്ക് വെജിറ്റേറിയൻ സ്റ്റൈലിലും കേക്ക് തയ്യാറാക്കണ്ടേ? പിന്നെ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ മുട്ട ഇല്ലാണ്ട് തയ്യാറാക്കാം? വളരെ രുചികരമായ ചോക്ലേറ്റ് കേക്ക് മുട്ട ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ വെണ്ണയെല്ലാം നമ്മൾ എണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 1.25 കപ്പ്, കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, സോഡാപ്പൊടി 1.5 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: പശുവിൻ പാൽ 1.25 കപ്പ്, പഞ്ചസാര 1 കപ്പ്, തേൻ 2 ടേബിൾ സ്പൂൺ, കോഫി പൗഡർ 1 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 3/4 കപ്പ്. ഇനി ഐസിങ്ങിന് വേണ്ട ചേരുവകൾ: ഫ്രഷ് ക്രീം 3/4 കപ്പ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 300 ഗ്രാം, വെണ്ണ 50 ഗ്രാം. അപ്പോൾ നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ എഗ്ലെസ് എന്ന് പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ചേരുവകളുടെ കൂട്ടത്തിൽ എന്തില്ല? മുട്ടയില്ല. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1.25 കപ്പ് മൈദാമാവ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ 4 വലിയ സ്പൂൺ, അത് ഹീപ്ഡ്, അതായത് കുമിച്ചെടുക്കുക. 4 ടേബിൾ സ്പൂൺ ഹീപ്ഡ് ടേബിൾ സ്പൂൺ, അതായത് കുമിച്ചെടുത്ത 4 വലിയ സ്പൂൺ കൊക്കോ പൗഡർ. അതും പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ സോഡാപ്പൊടി, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആദ്യം ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, പിന്നെ അതുപോലെ തന്നെ സോഡാപ്പൊടി 1.5 ടീസ്പൂൺ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇടയാണ്. ഇപ്പോൾ ഒരു ചെറിയ മിക്സിംഗ് സ്പൂൺ കൊണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു അരിപ്പയിലൂടെ ചേർക്കാം. സോഡാപ്പൊടിയും കൂടി ചേരുന്നതുകൊണ്ടാണ് ഞാൻ ഇടയണം എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി എല്ലായിടത്തും ഒരുപോലെ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡറും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ഇടഞ്ഞെടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും അതുപോലെ സോഡാപ്പൊടിയും മൈദയും ഒന്നുപോലെ യോജിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ചാക്കി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി അലിയിക്കുക. അടുപ്പ് കത്തിക്കുക. അതിലേക്ക് ഒരു 1.25 കപ്പ് പശുവിൻ പാൽ, ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. തീ വേണമെങ്കിൽ അല്പം കുറയ്ക്കണം. പിന്നെ നമ്മൾ 2 വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ തേൻ, 2 വലിയ സ്പൂൺ തേൻ, ഹണി, തേനാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ 2. പിന്നെ 1 ടീസ്പൂൺ കോഫി പൗഡർ, സാധാരണ ഇൻസ്റ്റൻറ്റ് കോഫി 1 ടീസ്പൂൺ. അത് ഈ ചെറിയ സാച്ചറ്റ് വാങ്ങാനില്ലേ, കുഞ്ഞു പാക്കറ്റ്, അത് ഒരു പാക്കറ്റായാലും മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നിച്ചാക്കി. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കും. അപ്പോൾ പാല് നന്നായി ചൂടായി, പഞ്ചസാര അലിഞ്ഞ് കോഫി പൗഡറും തേനും എല്ലാം ഇതിൻ്റെ കൂടെ യോജിച്ച് റെഡി ആയിക്കിട്ടും.
അതാണ് ആദ്യത്തെ കാര്യം. ഇതൊന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഒരു ഇടത്തരം തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ജോലിയും കൂടി നമുക്ക് ചെയ്യാം. പഞ്ചസാരയെല്ലാം പാകത്തിന് അലിഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് അലിഞ്ഞതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. ഇനി ഒരു കാര്യമില്ല, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കണ്ടില്ല, കോഫി എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയി കഴിഞ്ഞു. തേനൊക്കെ ഇതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഈ മിശ്രിതം, ഈ പാലിൻ്റെ ഈ മിശ്രിതം ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കാം. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ തണുപ്പിച്ചെടുക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ മിശ്രിതം എല്ലാം പാകത്തിന് തണുത്ത് കഴിഞ്ഞു, നല്ല കൂളായി കഴിഞ്ഞു, ഒട്ടും തന്നെ ചൂടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് എണ്ണ, ഇതിൽ വെണ്ണയല്ല ചേർക്കുന്നത്, ഞാൻ പറഞ്ഞില്ല എണ്ണയാണ് ചേർക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള കേക്കാണ്. മുട്ടയില്ല, വെണ്ണയ്ക്ക് പോലെ എണ്ണ. അപ്പോൾ ഇത് ഏത് തരം എണ്ണയും ആകാം, അതായത് ഫാറ്റ് ഫ്രീ ഓയിൽ. ഇപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, കോൺ ഓയിൽ ആകാം, എന്താണില്ല കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ എണ്ണ പാൽ മിശ്രിതത്തിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മുകളിൽ കിടക്കുന്നില്ല, ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ കൊക്കോ മിശ്രിതം. ഇതിൽ സോഡാപ്പൊടിയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്. 1.5 ടീസ്പൂൺ സോഡാപ്പൊടി, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.25 കപ്പ് മൈദ മാവ്, അതിൻ്റെ കൂടെ 4 വലിയ സ്പൂൺ കൊക്കോ പൗഡർ ഒന്നിച്ചാക്കി ഇടഞ്ഞു. അത് കൂടി ചേർക്കും. ഇത് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ തടിത്തവിയോട് തന്നെ സാധിക്കാൻ പോകുന്നത് കേൾക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് ഒഴിച്ചു. കേക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, മാർജിൻ ബട്ടർ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഓയിൽ, എണ്ണ ഉപയോഗിക്കുന്ന ചില കേക്ക്, ക്യാരറ്റ് കേക്കിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ എണ്ണ തന്നെ ഉപയോഗിക്കും. ഇപ്പോൾ ഈ എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കും. പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡായി ഒരു കുഴപ്പമില്ല. അത് മനസ്സിലാക്കി അത് എണ്ണയാണ് എന്താണ്. അപ്പോൾ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഓയിലൊക്കെ ആണെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, വെണ്ണയിലുള്ള കൊളസ്ട്രോൾ ഇല്ലല്ലോ ഫാറ്റ് ഫ്രീ ഓയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാം എന്നാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. ലംസ് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ എടുക്കണം, ഒട്ടും തന്നെ കട്ടയൊന്നും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഒരു ബേക്കിംഗ് പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ പ്രിപ്പയർ ചെയ്ത ഒരു ടിൻ, ഈ ടിന്നിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പ്രിംഗ് ഫാം ടിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാര്യം എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തന്നെ ഇത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആദ്യം ഒരു അല്പം എണ്ണ തടവി കുറച്ച് മൈദ മാത്രമല്ല ഞാൻ, ഇതിപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് മൈദയും കുറച്ച് കൊക്കോ പൗഡറും കൂടി യോജിപ്പിച്ചിട്ട് ആ പൊടിയാണ് ഇതിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂവിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എന്നിട്ട് എക്സസ് കൂടുതലുണ്ടായിരുന്ന മാവ് തട്ടിക്കളയും. ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലേക്കാണ് ഈ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. ബാറ്റർ ഞാൻ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ ആ കേക്ക് ടിന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് ഏതാണ്ടൊരു പകുതി ഭാഗം അത്ര വരെ മതി, കുറച്ച് പൊങ്ങുമല്ലോ ഉണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യണം, അത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് അകത്തുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ചെറിയ 2 തട്ട് കൊടുക്കും, 2 അല്ല 3-4 തട്ട്. ഓക്കെ, ആവശ്യത്തിന് തട്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ ചൂടായി കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. പ്രീ ഹീറ്റഡ് അവൻ എന്നിട്ട് ഒരു 180 ഡിഗ്രി ചൂട് ഏതാണ്ട് ഇപ്പോൾ ഞാനൊരു 40 മിനിറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. പക്ഷേ ഇത് 60 മിനിറ്റോളം സമയം. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എത്ര സമയം എടുക്കും നോക്കാം. ഇതൊന്ന് പൊങ്ങി ശരിക്കും ഒന്ന് ബേക്കായി വരണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഏതാണ്ടൊരു 60 മിനിറ്റ് ശരിക്കും എടുത്തിട്ടില്ല, ഒരു 50 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. കുറച്ച് നേരം ഞാൻ തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇതൊരു സ്പ്രിംഗ് ഫോം പാൻ ആയതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ചോക്ലേറ്റ് കേക്ക് റെഡി.
ഇനി നമുക്കൊരു വയർ റാക്കിലേക്ക് ഒരല്പം കൂടി ഒന്ന് തണുക്കാനായിട്ട്, പിന്നെ ഐസിങ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇതുപോലൊരു വയർ റാക്ക് നല്ലതാണ്. അതായത് നെറ്റ് പോലെ ഇതിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ട് അടിഭാഗത്തൊരു ട്രേയോ ഒരു എന്താ പറയുക ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഐസിങ് ചെയ്താൽ എക്സസൈസ്, അതായത് കൂടുതലായിട്ട് വരുന്ന ഐസിങ് താഴേക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു എളുപ്പത്തിനുള്ള ഒരു ടെക്നിക്ക്. പിന്നെ നമുക്ക് ആ വയർ റാക്കിലേക്ക് നമ്മുടെ കേക്കിനെ മാറ്റാം. ഐസിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ കറക്റ്റ് ആക്കി. അപ്പോൾ ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ചോക്ലേറ്റ്, ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ എന്താ പറയുക വൈറ്റ് ചോക്ലേറ്റ്, നല്ല വൈറ്റ് കളറിലെ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഐസിങ് ഗനാഷ്, അങ്ങനെ ഒരു ക്രീമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൻ്റെ എന്താ പറയുക ഒരു ഐസിങ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഞാനൊരു 300 ഗ്രാം എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഉരച്ചെടുത്തു. അതാണ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ്. ഫ്രഷ് ക്രീം ഇവിടെ റെഡിയാണ്. ഏതാണ്ട് 1 കപ്പ് വരെ എടുക്കാം, 3/4 മുതൽ 1 കപ്പ് വരെ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഫ്രഷ് ക്രീമിനെ ഒന്ന് തിളപ്പിക്കും. ഫ്രഷ് ക്രീം ഒന്ന് തിളപ്പിച്ചെടുക്കും. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ചൂടാക്കും. നന്നായി ചൂടായി ഇത് ലൂസായി, കുറച്ചുകൂടെ ലൂസാകും. എന്നിട്ട് ഇങ്ങനെ ചെറിയ ബോയിൽ തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ പാലിൽ നിന്നും കിട്ടുന്നതാണ്. പാല് വാങ്ങിയിട്ട് ഇപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പാല് വാങ്ങി കാച്ചിയിട്ടോ അല്ലെങ്കിൽ കാച്ചാണ്ട് ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടി വയ്ക്കുക. മേളിലൊരു ക്രീം ഒരു ലെയർ ഇങ്ങനെ വരും. അതിങ്ങനെ സ്പൂൺ കൊണ്ട് കൂട്ടിയിട്ട് മാത്രം. കാച്ചിയ പാലാണെങ്കിലും അതുപോലെ. ഇപ്പം ഈ പാലിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരുന്ന അതാണ് ക്രീം ഫാറ്റ്, അതാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കളക്ട് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കും, ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ കിട്ടുന്നതാണ്. ഇത് കുടിക്കാൻ പാടില്ല, ആ രീതിയിൽ സൂക്ഷിക്കണം. അതാണ് നമ്മുടെ ഫ്രഷ് ക്രീം. പക്ഷേ ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതായത് 1/2 കിലോ കുറച്ചുകൂടി ചെറിയ ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ ക്രീം ഏതാണ്ട് ഒരു ബോയിലിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിളയ്ക്കാൻ തുടങ്ങുകയാണ്. ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ്, ഇത് 300 ഗ്രാം. ചോക്ലേറ്റ് ഈ ക്രീമിൻ്റെ ചൂട് കൊണ്ടാണ് ഉരുകാൻ പോകുന്നത്. നന്നായിട്ട് തടിത്തടി കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഉരുകി ഇതിൻ്റെ കൂടെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ആകണം, തരിയൊന്നും ഇല്ലാണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. കുറച്ച് വെണ്ണ ഒരു 50 ഗ്രാം എടുത്ത് വയ്ക്കുക. ഒരു 25 മുതൽ 30 ഗ്രാം ചേർത്താലും മതിയാകും. അതും കൂടി യോജിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല ചൂടായി ഇരിക്കുന്നത് കൊണ്ട് ആ ബട്ടർ വെണ്ണയും നന്നായിട്ടൊന്ന് ഇതിനോടൊപ്പം യോജിച്ച്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിനെ ഐസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഗനാഷ് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടാണ് ഐസ് ചെയ്യാൻ പോകുന്നത്. ആലോചിച്ചു, ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് അതിന് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഐസ്. ആ സ്വാദം മനസ്സിലാകുമല്ലോ അല്ലേ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ. ഇനി ഇതൊന്ന് സ്മൂത്ത് ആകുക മാത്രം, അതായത് ഒട്ടും തരിയില്ലാത്ത ഒരു പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള കുറുകിയ പേസ്റ്റ്. ഇപ്പം നോക്കൂ, നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ക്രീം മിക്സ്ചർ എന്തായിരുന്നു, നല്ല തിക്കായിട്ടുള്ള നല്ല സ്മൂത്ത്, ഒട്ടും തന്നെ തരിയില്ലാത്തൊരു പേസ്റ്റായി മാറി. ഇനി നമ്മൾ ഐസിങ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചോക്ലേറ്റ് കേക്ക് നല്ല തണുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗവും കവർ ചെയ്ത്, കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക
വയർ റാക്കിൻ്റെ ഇടയിലൂടെ താഴേക്ക് പോകും. താഴെ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ ഇത് ഫുള്ളായിട്ട് കേക്ക് ഇങ്ങനെ കവേർഡായി കിട്ടും. കാണുന്നുണ്ടല്ലോ എല്ലാ ഭാഗത്തും. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ഉണ്ടല്ലേ, ഒരു ഗ്ലേസിങ്, തിളക്കമൊക്കെ ഇല്ലേ. നമ്മളൊന്നും ചെയ്തില്ലല്ലോ, നമ്മളൊന്നും വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ആക്കിയില്ല, അത് സ്മൂത്ത് ആൻഡ് ചെയ്യില്ല, ഒന്നും ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ തവി കൊണ്ടൊന്നും നമ്മളൊന്നും ചെയ്യരുത്, സ്പാറ്റിൽ ഉപയോഗിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി കുറച്ച് ക്രീം ഇനി ബാക്കിയുണ്ട്, മുഴുവൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്കിനെ രണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് വേണമെങ്കിൽ ഈ ഫില്ലിങ് കുറച്ച് വയ്ക്കാം. ഇതേ സെയിം ഐസിങ്ങിൻ്റെ സാധനം, ഈ ഒരു ഗനാഷ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ, എന്നിട്ട് കേക്കിൻ്റെ അകത്തെ ഫില്ലിംഗ് ആയിട്ട്, എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒഴിക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ സെറ്റാകും. ശരിക്കും പറഞ്ഞാൽ നല്ല ഉറയ്ക്കും. അപ്പോൾ ഇങ്ങനെ താഴെ ഇരിക്കുന്ന ഭാഗമെല്ലാം കണ്ടില്ലേ, നമുക്കിങ്ങനെ എളുപ്പത്തിന് തന്നെ ഇങ്ങനെ വയറാക്കി പൊക്കാൻ പറ്റും. എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആ പേപ്പറിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഉറയ്ക്കും. പിന്നെ പെട്ടെന്ന് ഉറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്കൊന്ന് വയ്ക്കാം. ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കവറിങ് നന്നായിട്ട് ഉറച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ വൈറ്റ് ഗനാഷ് വെച്ചിട്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് നമ്മൾ അലങ്കരിച്ച് കഴിഞ്ഞു. അത് കവേർഡാണ്, ടോട്ടൽ എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അകത്തുള്ള ഭാഗം എന്താണെന്നറിയാലോ, നല്ല ചോക്ലേറ്റ് കേക്കാണ്. എന്താ പറയുക, നല്ല മോയ്സ്, നല്ല ഈർപ്പമൊക്കെ ഉള്ള എഗ്ലെസ് ചോക്ലേറ്റ്. മേളിൽ നല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോട്ടിംഗ് ആയി. ഇനി എന്താ വേണ്ടത്, അടുത്ത കോൺട്രാസ്റ്റ് കൊടുക്കാം. അകത്തും ബ്ലാക്ക്, പുറത്തും ബ്ലാക്ക്, ഇടയ്ക്കൊരു വൈറ്റ് അല്ലേ. അപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഈ ഒരു സമയത്താകുമ്പോൾ ഇത് സെറ്റായി. അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് സെറ്റാകുന്നതോടൊപ്പം തന്നെ ഈ മുകളിലുള്ള അലങ്കാരവും അതിലിങ്ങനെ കുറച്ചൊന്ന് ഉറച്ചു നിൽക്കും. പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇത്രയും മതിയാണ്, കൂടുതലൊന്നും വേണ്ട. നമ്മളിത് എന്താ ചെയ്യേണ്ടത്, ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് മാറ്റും. ഒരല്പം നേരം, ഒരു മണിക്കൂറോടെ സമയം കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് സെറ്റാവും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ എന്താ പറയുക, ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സസ് ആയിട്ടുള്ള താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വയർ റാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, താഴെ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ആ ചോക്ലേറ്റൊക്കെ താഴേക്ക് പോകും. ഇനി അത് നമ്മൾ നേരെ ഞാൻ എന്താ ചെയ്യാൻ പോകണം, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കും. അവിടെ കുറച്ച് നേരം, ഒരു മണിക്കൂർ വയ്ക്കുക. അത് കഴിയുമ്പോൾ സെറ്റാകും. അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആണെങ്കിൽ ഇതാണ്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ഐസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു കവറിങ് എങ്ങനെയുണ്ടായിരുന്നു, ഐസിങ് ഗനാഷ്, ബ്യൂട്ടിഫുൾ. ആ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ സ്വാദ്. എന്താ സ്വാദം എന്നറിയാമോ, ആ ചോക്ലേറ്റിന് നല്ലൊരു, ആ കേക്കിന് നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക്, അതായത് നല്ല ഈർപ്പമുള്ള കേക്കായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ സ്വാദും രണ്ടും കൂടി വരുമ്പോൾ വ്യത്യസ്തമായ രുചിയായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ്